Hi friends, welcome back to Divya's kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഒരു മീൻ വരട്ടിന്റെ റെസിപ്പി ആയിട്ടാണ് ട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നല്ല ടേസ്റ്റി ആട്ടോ. അതുപോലെ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ വരട്ടിന്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കഷ്ണമീനാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ തലയൊക്കെ എടുത്തിട്ടുണ്ട് ട്ടോ. എനിക്ക് ചെറുതായി കട്ട് ചെയ്തതാണ്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, അതുപോലെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതെല്ലാം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ വലിയ ജീരകത്തിന്റെ പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന്റെ അളവൊക്കെ നിങ്ങൾ എത്ര മീനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടുതൽ എരിവ് ആണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ പുളിക്ക് ആവശ്യത്തിന് ഒരു 4-5 കഷ്ണം കൊടംപുളി ഞാനിവിടെ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്നു. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അത്രേ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീൻ എടുക്കുമ്പോൾ എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്യാൻ നോക്കണേ, എന്നാലുള്ള അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി മസാല പിടിക്കുകയുള്ളൂ. അപ്പം എല്ലാം കൂടിയും കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഇനി അടുപ്പിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. മൺചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ അങ്ങനെ വെച്ച് കൊടുക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റിന് ശേഷം നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മറന്നു പോകരുതേ. അപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുപാട് വെള്ളമൊന്നുമില്ല. നമ്മളിത് മീൻ വരട്ടിയെടുക്കല്ലേ, അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തൊന്നും കുക്ക് ചെയ്യരുതേ. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അവസാനം മീനിലേക്ക് താളിച്ചൊഴിക്കുമ്പോഴാണ് കറക്റ്റ് ആ ടേസ്റ്റ് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയുടെയും ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മീൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു മീൻ വരട്ടിയ റെസിപ്പി നിങ്ങൾക്ക് ഏത് മീനിലും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്